ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി. അപകടങ്ങൾ, വൈകല്യങ്ങൾ, രോഗങ്ങൾ, വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളെ നോർമൽ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശീലനം നൽകുന്നവരാണ് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്. അതിനായി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്ന ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി. 4.5 വർഷം ദൈർഘ്യമുള്ള ഒരു കോഴ്സാണിത്. 4 വർഷത്തെ പഠനവും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. അനാട്ടമി, ഫിസിയോളജി, സൈക്കോളജി, റീഹാബിലിറ്റേഷൻ, ഓർത്തോപെഡിക്സ്, ന്യൂറോളജി, സൈക്കാട്രി, പീഡിയാട്രിക് തുടങ്ങിയവയോടൊപ്പം തന്നെ വിവിധ തരം തെറാപ്പികളും ഇവർക്ക് പഠിക്കാനായി ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ്, സ്പെഷ്യൽ സ്കൂൾസ്, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, വയോജന പരിപാലന കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലായിരിക്കും ഇവർക്ക് ജോലി സാധ്യത കൂടുതലുള്ളത്. ഇനി ഹയർ എഡ്യൂക്കേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ MSc ഒക്കുപേഷണൽ തെറാപ്പി അവൈലബിൾ ആണ്. പീഡിയാട്രിക്, മെൻ്റൽ ഹെൽത്ത്, ഓർത്തോ, ന്യൂറോ തുടങ്ങിയ മേഖലകളിൽ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാം. ഗവേഷണ രംഗത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനും അവസരങ്ങളുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് മെറിറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് സർക്കാർ സ്ഥാപനമായ LBS മുഖേനയാണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം. www.lbs.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ അയക്കേണ്ടത്. ഇനി കഴിഞ്ഞ വർഷത്തെ LBS അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിക്ക് ഏതൊക്കെ കോളേജുകൾ അവൈലബിൾ ആണെന്നും എത്രയൊക്കെ ഇൻഡെക്സ് മാർക്കിലാണ് കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്നതെന്നും നമുക്ക് നോക്കാം. 3 കോളേജുകളിലാണ് ഒക്കുപേഷൻ തെറാപ്പി അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ കോളേജ് KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ്, മുക്കം. അവിടെ ആകെ 10 സീറ്റുകളാണുള്ളത്. അതിലെ 6 സീറ്റുകളിലാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത്. ലാസ്റ്റ് അഡ്മിഷൻ നടന്ന സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോർ 296.67. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 296.66, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 268.33, LC വിഭാഗത്തിൽ നിന്ന് 255.84, SC വിഭാഗത്തിൽ നിന്ന് 250.83 ഇൻഡെക്സ് മാർക്കുകളിലാണ് ഇവിടെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ നടന്നത്. 7ാമത്തെ അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ് അടുത്ത കോളേജ്. ഇവിടെ ആകെ 20 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു സീറ്റ് NRI സീറ്റാണ്. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നത് 11 സീറ്റുകളിലേക്കാണ്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 291.67. ഇതേ ഇൻഡെക്സ് സ്കോറുള്ള 2 കുട്ടികൾക്കാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഈഴവ വിഭാഗത്തിന് 2 അഡ്മിഷൻ നടന്നിട്ടുണ്ട്. 290, 281.67 എന്നീ ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻസ് നടന്നിരിക്കുന്നത്. 273.34, 269.17 എന്നീ ഇൻഡെക്സ് സ്കോറുകളിൽ SCയുടെ അഡ്മിഷന് നടന്നിട്ടുണ്ട്. BH വിഭാഗത്തിൽ നിന്ന് 260 ഇൻഡെക്സ് മാർക്കിനാണ് അഡ്മിഷൻ നടന്നത്. ഇവിടെ ആകെയുള്ള ഒരു NRI സീറ്റിൽ അഡ്മിഷൻ നടന്നത് 286 ഇൻഡെക്സ് സ്കോറിനാണ്. അടുത്തത് തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. ഇവിടെ 20 സീറ്റുകളിലാണ് കഴിഞ്ഞ വർഷം LBS വഴി അഡ്മിഷൻ നടന്നത്. ഇതിൽ സ്റ്റേറ്റ് മെറിറ്റിനായി 12 സീറ്റുകളിലാണ് അഡ്മിഷൻ നടന്നത്. സ്റ്റേറ്റ് മെറിറ്റിൽ അവസാനം വന്ന ഇൻഡെക്സ് സ്കോർ 298.34. ഈഴവയിൽ 2 അഡ്മിഷനും മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 2 അഡ്മിഷനും ഇവിടെ നടന്നിട്ടുണ്ട്. ഈഴവയിൽ അഡ്മിഷൻ നടന്ന ഇൻഡെക്സ് മാർക്കുകൾ 298.33, 297.5 എന്നിങ്ങനെയാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 296.66, 295.01 ഇൻഡെക്സ് മാർക്കുകളിലാണ് അഡ്മിഷൻ നടന്നിട്ടുള്ളത്. ധീവര വിഭാഗത്തിൽ നിന്ന് 294.17, വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്ന് 283.33, ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് 278.33, SC വിഭാഗത്തിൽ 270.83 തുടങ്ങിയ ഇൻഡെക്സ് മാർക്കുകളിലാണ് ഇവിടെ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. ഇനി ഓരോ കോളേജുകളിലും അവസാനം വന്ന സ്റ്റേറ്റ് മെറിറ്റ് ഇൻഡെക്സ് സ്കോറുകളെ കുറിച്ച് ഒന്ന് നോക്കാം. സ്റ്റേറ്റ് മെറിറ്റിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 296.67 KMCT കോളേജ് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 298.34 ഇൻഡെക്സ് മാർക്കിലാണ് മറ്റ് 2 കോളേജുകളിലും സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. അതായത് ഹൈ ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്ക് മാത്രമാണ് സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. ആകെ 4 അഡ്മിഷൻസാണ് ഈഴവ വിഭാഗത്തിൽ നടന്നിരിക്കുന്നത്. ഈഴവ വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ 281.67. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. മുസ്ലിം വിഭാഗത്തിൽ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്കിൽ അഡ്മിഷൻ നടന്നിരിക്കുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ്. 291.67 ഇൻഡെക്സ് മാർക്കിനാണ് ആ അഡ്മിഷൻ നടന്നത്.
ബാക്ക്വേഡ് ഹിന്ദു വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 260 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലാണ് ആ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. LC വിഭാഗത്തിൽ 2 അഡ്മിഷനാണ് നടന്നത്. ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 255.84. SC വിഭാഗത്തിലെ ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് മാർക്ക് 250.83. ധീവരയിൽ ആകെ ഒരു അഡ്മിഷനാണ് നടന്നത്. 294.71 ഇൻഡെക്സ് മാർക്കിനാണ് ആ അഡ്മിഷൻ നടന്നത്. VK വിഭാഗത്തിലും ആകെ ഒരു അഡ്മിഷനാണ് നടന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തൃശ്ശൂരാണ് ഈ അഡ്മിഷൻ നടന്നിരിക്കുന്നത്. 283.33 ഇൻഡെക്സ് മാർക്കിനാണ് ആ അഡ്മിഷൻ നടന്നത്. ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തെന്നാൽ ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിക്കായി LBS വഴി അഡ്മിഷൻ നേടണമെങ്കിൽ ഹൈ ഇൻഡെക്സ് സ്കോർ തന്നെ വേണം. ആകെ 50 സീറ്റുകൾ മാത്രമാണ് LBSൽ BOTക്കായി ഉള്ളത് എന്നത് മാത്രമല്ല അതിന് കാരണം. ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി എന്നത് ഹൈ ഡിമാൻഡുള്ള ഒരു കോഴ്സാണ്.